അപ്പോൾ നമുക്ക് ഷോപ്പിഫൈയിലെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കുന്നത്, ഇപ്പോൾ നമ്മൾ പല വെബ്സൈറ്റുകളും കണ്ടിട്ടുണ്ടാകും ഇങ്ങനൊരു സെക്ഷൻ, അതായത് ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ, അതുപോലെ തന്നെ രണ്ട് പ്രോഡക്റ്റ് കളർ വരുന്നത്, അല്ലെങ്കിൽ രണ്ട് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നതായിട്ടോ ഒക്കെ ഒരു സെക്ഷൻ കാണുന്നുണ്ടാകും. അപ്പോൾ ഷോപ്പിഫൈയുടെ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ ഫ്രീ ആണ്. അത് നമുക്ക് എങ്ങനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു ക്രിയേറ്റീവായിട്ട് നല്ലൊരു സെക്ഷൻ, ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന രീതിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. അതായത് നമുക്ക് നല്ലൊരു കളക്ഷൻ നെയിം, സബ് കളക്ഷൻസ്, അതുപോലെ തന്നെ രണ്ട് പിക്ചർ, ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു സെക്ഷൻ. അപ്പോൾ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി ഉള്ള സെക്ഷൻ ഹൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു പുതിയ സെക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ആഡ് സെക്ഷൻ കൊടുത്തു. അതിൽ സ്പ്ലിറ്റ് ഷോക്കേസ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കണ്ടാൽ മനസ്സിലാവും, നമുക്ക് അതിനകത്ത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ അകത്തും നമുക്ക് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ലെഫ്റ്റ് സൈഡും ഒരു ഗ്രൂപ്പ് റൈറ്റ് സൈഡുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റൈറ്റുള്ള രണ്ടിലെ എഴുത്തൊക്കെ ഞാൻ കളയുവാണ്, അതായത് ബട്ടൺസ് ഒക്കെ കളയുവാണ്. സ്പേസ്, ബെസ്റ്റ് സെല്ലർ, ബട്ടൺ. അപ്പോൾ ഇത് മൂന്നും കളഞ്ഞു. അപ്പോൾ ഇനി രണ്ട് സൈഡുള്ളതിൻ്റെയും പിക്ചറും കൂടെ കളയുവാണ്. അപ്പോൾ ഞാൻ ഈ പിക്ചറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു. ഇനി ബാക്ക്ഗ്രൗണ്ട് മീഡിയ നൺ കൊടുത്തു. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ളതിനും ബാക്ക്ഗ്രൗണ്ട് മീഡിയ നൺ കൊടുത്തു. സോ നമുക്കൊരു ബ്ലാങ്ക് സ്പേസ് കിട്ടി. അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ഷോക്കേസിൽ പറഞ്ഞു നമുക്കത് രണ്ട് ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡുള്ള ഗ്രൂപ്പിൽ നോക്കാം. അതിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഹെഡിങ് കൊടുത്തു. ഹെഡിങ്ങിന് താഴെയായിട്ട് ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഡെക്കറേറ്റീവ് എന്ന അതിൻ്റെ അകത്ത് വരുന്ന കമ്പാരിസൺ സ്ലൈഡർ. സോ ഈ ഒരു സ്ലൈഡറും കൊടുത്തു, അതായത് ഹെഡിങ് വന്നു, താഴെ ഒരു സെക്ഷൻ, ഈ ഒരു സ്ലൈഡറിൻ്റെ അത് വന്നു. ഞാനിത് മൊത്തത്തിൽ സെലക്ട് ചെയ്തു. ഹെഡിങ് സെലക്ട് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ വിഡ്ത്ത് ഫില്ല് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ടൈറ്റിലും ഫില്ല് കൊടുക്കുവാണ്. ടൈറ്റിൽ ഞാനിപ്പോൾ ഇതിൽ കിടക്കുന്നത് ഡിഫാൾട്ടാണ്, അപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആണ്. അപ്പോൾ ഞാനത് മാറ്റാനായിട്ട് ടൈപ്പോഗ്രഫി ഡിഫാൾട്ട് മാറ്റി കസ്റ്റംസ് എന്ന ഓപ്ഷൻ കൊടുക്കുവാണ്. കസ്റ്റം കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ലൈൻ ഹൈറ്റ് ലൂസ് കൊടുക്കുവാണ്. സോ ഇനി ഹെഡിങ് വരുമ്പോൾ ഹെഡിങ് ഡിഫാൾട്ട് ഉള്ളത് മാറ്റി ഞാനൊരു കസ്റ്റം ഹെഡിങ് കൊടുക്കുവാണ്. ഒരു 24 ഹെഡിങ് കൊടുത്തു. ലൂസ്, ലെറ്റർ സ്പേസും ലൂസായിട്ട് കൊടുക്കുവാണ്. സോ ഇത്രയുമാണ് ഈ ഒരു സൈഡ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ അകത്ത് ഇത്രയും വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തായിട്ട് മറ്റൊരു ഐക്കൺ ആഡ് ചെയ്യാനായിട്ട് മറ്റൊരു ഗ്രൂപ്പ് ആഡ് ചെയ്യുകയാണ്. സോ വീണ്ടും ഒരു ഗ്രൂപ്പ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 4 സെറ്റ് ഓഫ് ഐക്കൺസ് ആണ് വരുന്നത്, അതായത് ഈ ഒരു 4 കളക്ഷൻസ്. സോ ഇതിനായിട്ട് ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ വീണ്ടും ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യുവാണ്. ഗ്രൂപ്പ് ആഡ് ചെയ്തു. ഈ ഗ്രൂപ്പിൻ്റെ അകത്തായിട്ട് ഞാനൊരു ഐക്കൺ കൊടുത്തു, ഒരു ടെസ്റ്റ് കൊടുത്തു. ഈ ടെസ്റ്റ് ഇച്ചിരി നീളം കൂടുതലാണ്, സോ ഞാൻ തൽക്കാലത്തേക്ക് അതിൻ്റെ ബാക്കിയെല്ലാം മാറ്റി വി മാത്രം ഇടുവാണ്. ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്തു അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കുവാണ്. അപ്പോൾ സോ ഡയറക്ഷൻ വെർട്ടിക്കൽ, അലൈൻമെൻറ്റ് സെൻറ്റർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐക്കൺ ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുവാണ്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ്, 2 എണ്ണമായി. നമുക്ക് 4 എണ്ണം വേണം. സോ ഞാൻ 3 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുവാണ്. സോ ടോട്ടൽ 4 ഐക്കൺ ആയിട്ടുണ്ട്. സോ ഈ ഗ്രൂപ്പുകളുടെ എല്ലാം ഹെഡായിട്ട് വരുന്ന ഗ്രൂപ്പിൽ സെലക്ട് ചെയ്യുക, വെർട്ടിക്കൽ മാറ്റി ഹൊറിസോണ്ടൽ ആക്കുക. നമുക്ക് മൊബൈലിലും അത് വെർട്ടിക്കൽ ആവണമെന്നില്ല. സോ ഞാനത് അൺടിക്ക് കൊടുത്തു. സോ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. സോ ഈ ഗ്രൂപ്പിനെ ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്തു. ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ വീണ്ടും ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യുവാണ്. അതായത് നമുക്ക് ഒരു ബട്ടൺ ആഡ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് എടുത്തു. ഇതിൻ്റെ അകത്തായിട്ട് ബട്ടൺ. സോ നമുക്ക് വന്നത് ഇത്രയും കാര്യങ്ങളാണ്. ടൈറ്റില്, സബ് ഹെഡിങ്സ്, അതുപോലെ തന്നെ 4 ഐക്കൺസ്, ഒരു ബട്ടൺ. ഈ 4 ഐക്കൺസ് ഉള്ളത് ഒന്നും കൂടെ സെലക്ട് ചെയ്തു. അലൈൻമെൻറ്റ് ലെഫ്റ്റ് എന്നുള്ളത് മാറ്റി ഞാൻ സെൻറ്റർ കൊടുത്തു. ഓക്കെ, ഇനി ഈ ഗ്രൂപ്പ് മൊത്തത്തിൽ ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു
സ്പ്ലിറ്റ് ഷോക്കേസിൽ 2 മെയിൻ ഗ്രൂപ്പുകളാണ് വരുന്നത്, ലെഫ്റ്റും റൈറ്റും. അടുത്തതിലായിട്ട് ഞാനൊരു ഇമേജ് ആഡ് ചെയ്തു. ആദ്യത്തെ അതിൽ തൊട്ട് താഴെയായിട്ട് ഒരു ടെസ്റ്റും ആഡ് ചെയ്തു. സോ ഇനി ഇത് ലെഫ്റ്റ് മൊത്തത്തിൽ ഒന്ന് സെലക്ട് ചെയ്യുക, അതായത് ഗ്രൂപ്പ് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യുക. നമുക്കറിയാം നല്ലൊരു ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. സോ അത് മാറ്റാനായിട്ട് ഞാനിത് ലെഫ്റ്റ് കൊടുത്തു, സ്പേസ് ബിറ്റ്വീൻ കൊടുത്തിട്ട് മാറ്റി സെൻറ്റർ കൊടുത്തു. ഇമേജസ് ഞാൻ ഓട്ടോ മാറ്റി ഒരു പോർട്രേറ്റ് ആയി കൊടുത്തു. സോ ഒരു വലിയ ഇമേജും ഒരു ചെറിയ ടൈറ്റിലും വന്നു. ഈ ടൈറ്റിലും ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക, നമുക്ക് കുറച്ച് കൺജസ്റ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ്. ടൈപ്പോഗ്രാഫി കസ്റ്റം കൊടുത്തു, ലൈൻ ഹൈറ്റ് ലൂസ് കൊടുത്തു. സോ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് 1 by 1 ഇതിൽ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മെയിൻ കളക്ഷൻ, അതായത് ഈ ഒരു നോട്ട് പാഡിൽ കാണും പോലെ നമുക്കൊരു മെയിൻ കളക്ഷൻ്റെ പേര് മെൻസ് ഫാഷൻ ആണെന്ന് വയ്ക്കാം. സോ ഞാൻ ആ ടൈറ്റിലിന് മെൻസ് ഫാഷൻ എന്ന് കൊടുത്തു. അടുത്ത് ഞാൻ അതിൻ്റെ താഴെ ഒരു ഇച്ചിരി ഡിസ്ക്രിപ്ഷൻ പോലെ അതിൽ ഓൾറെഡി ഉള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇനി നമുക്ക് 4 ഐക്കൺ വരുന്നുണ്ട്, അതായത് 4 സബ് കളക്ഷൻസ് ആണ് മെൻസ് ഫാഷൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഐക്കൺ അവൈലബിൾ അല്ല എങ്കിൽ ഐക്കൺ എടുക്കാൻ പറ്റിയൊരു വെബ്സൈറ്റ് ആണ് ഫാൾട്ടിക്കോൺ. ഞാനിത് എന്ന് പറഞ്ഞു തരാം. ആക്ച്വലി ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു ഹൗസ് ഒരു ഐക്കൺ വേണം. സോ നമുക്ക് ഇഷ്ടംപോലെ ഐക്കൺ വരും ഹൗസിൻ്റെ തന്നെ. ഇതെല്ലാം ഫ്രീ ആണ്. ഡൗൺലോഡ് കൊടുക്കുക, PNG ഫ്രീ ഡൗൺലോഡ്. സോ ഇങ്ങനെ നമുക്ക് ഐക്കൺ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഐക്കൺ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഓരോന്നായിട്ട് ഇതിൽ ഐക്കൺ ആഡ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വേണ്ടത് ഷർട്ടാണ്. സോ ഞാൻ ഫസ്റ്റ് അതിന് ഷർട്ടെന്ന് കൊടുത്തു. രണ്ടാമത്തെ ടീഷർട്ടാണ്. സോ രണ്ടാമത്തെ ഹെഡിങ് മാറ്റി ടീഷർട്ടാക്കി. മൂന്നാമത്തത് ജീൻസാണ്. സോ ജീൻസ് കൊടുത്തു. നാലാമത്തത് ഷൂസാണ്. ഞാൻ ആ പേര് കൊടുത്തു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഐക്കൺ ആഡ് ചെയ്യാം. ഐക്കൺ ക്ലിക്ക് ചെയ്തു, ഇമേജ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഒരിക്കൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ഐക്കൺ ഇവിടെ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഐക്കൺ ഇല്ലെങ്കിൽ ഐക്കൺ ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന സെലക്ട് ചെയ്താലും മതിയാവും. ഞാനിപ്പോൾ ഷർട്ട് എടുത്തു, സെലക്ട് ചെയ്തു. ഞാൻ ഐക്കൻ്റെ വിഡ്ത്ത് എപ്പോഴും 40 കൊടുത്തു, കാരണം നമുക്ക് കുറച്ച് വലുതായിട്ട് കാണാനായിട്ട്. ടീഷർട്ട് എടുത്തു, ടീഷർട്ടും 40 കൊടുക്കുവാണ്. അടുത്ത ജീൻസ് എടുക്കുന്നു, അതും 40 കൊടുത്തു. ഷൂസ് അതും 40 കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു കളക്ഷന് സബ് കളക്ഷൻസ് ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഷർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കളക്ഷനിലോട്ട് പോകണമെങ്കിൽ ഈ ലിങ്കിൻ്റെ അവിടെ നമ്മുടെ ആ ഒരു കളക്ഷൻ, ഞാനിപ്പോൾ മെൻ എന്നുള്ള ഒരു കളക്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മെൻസ് എന്ന കളക്ഷനിലോട്ട് നേരെ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ചും കൂടെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. ഞാൻ ഈ മൊത്തത്തിൽ, അതായത് സ്പ്ലിറ്റ് ഷോക്കേസ് മൊത്തത്തിൽ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഹൈറ്റ് എന്നുള്ള ലാർജ് മാറ്റി ഓട്ടോ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മൊബൈലിൽ മറ്റൊരു ഡിവൈസിൽ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു പ്രോപ്പർ ഫോർമാറ്റ് വരത്തുള്ളൂ. ഇനി ഞാൻ ഇവിടുത്തെ താഴത്തെ ടൈറ്റിലും കൂടെ മാറുവാണ്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ടൈറ്റിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ കൊടുത്തത്. ഞാനിതിപ്പോൾ സേവ് ചെയ്തു. നമുക്കിനി ഇത് മൊബൈലിൽ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. മൊബൈലിൽ വരുമ്പോൾ ഒരു പേര് വരുന്നുണ്ട്, ടൈറ്റിൽ വരുന്നുണ്ട്, കളക്ഷൻസ് വരുന്നുണ്ട്, ബട്ടൺ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇമേജസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇമേജസ് ഉണ്ടെങ്കിൽ 1 കൊടുക്കുക, 2 കൊടുക്കുക. ഇനി ഇപ്പുറത്ത് മറ്റൊരു ഇമേജസ് ആഡ് ചെയ്യും. അതായത് ബിഫോർ ആഫ്റ്റർ ഇമേജസ് കൊടുക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഒരു മറ്റ് 2 പ്രോഡക്റ്റ് ആണ്. ഒരേ പ്രോഡക്റ്റ് 2 കളറോ, അല്ലെങ്കിൽ നമുക്ക് ഇത് കാണിക്കുമ്പോൾ ഒരു ഫണ്ണി ആയിട്ടോ മറ്റേ ഈ സെക്ഷൻ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെക്ഷൻ. അപ്പോൾ ഈ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് ഒരു സെക്ഷൻ്റെ അകത്ത് എങ്ങനെ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നിടത്തോളം നമുക്ക് അത് കുറച്ചും കൂടെ കസ്റ്റമൈസ് ചെയ്ത് കുറച്ചും കൂടെ ഒരു പ്രീമിയം വെബ്സൈറ്റ് ഫീൽ ആക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ഡിസൈനിൻ്റെ ഈ ഒരു സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ മറ്റൊരു ഷോപ്പിഫൈ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.